എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വത്തിലേക്ക് നടത്തുന്ന LDC എക്സാം സിലബസിലുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ? താഴെ പറയുന്നതിൽ ഏതാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തന ഘടകങ്ങൾ എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻ തന്നിരിക്കുന്ന ഇൻപുട്ട്, ALU, മെമ്മറി എന്നിവ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തന ഘടകങ്ങളാണ്. പ്രവർത്തന മികവിലും വിലയിലും വ്യത്യസ്തമാണെങ്കിലും എല്ലാ കമ്പ്യൂട്ടറുകളുടെയും അടിസ്ഥാനപരമായ ഘടന ഒരേപോലെയാണ്. ഗണിതജ്ഞനും കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനുമായ ജോൺ വോൺ ന്യൂമാൻ നിർദ്ദേശിച്ച മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കമ്പ്യൂട്ടറിൻ്റെ ഘടന. ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സംഭരണ യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ് എന്നിവയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തന ഘടകങ്ങൾ. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഭാഗമാണ് ALU അഥവാ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. മുൻ ക്ലാസ്സുകളിൽ ഇവ ഓരോന്നും നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിലോങ്സ് ടു വാട്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് തരം സോഫ്റ്റ്വെയറിൽ പെടുന്നു എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദവുമായി നടത്താൻ സഹായിക്കുന്നവയാണ് സോഫ്റ്റ്വെയറുകൾ. രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയറാണ് ഉള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഘടകങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭാഷാ പ്രോസസ്സറുകൾ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നിവ. അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു പ്രത്യേക ആവശ്യത്തിനായി വികസിപ്പിച്ചെടുക്കുന്ന സോഫ്റ്റ്വെയറാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഇതിന് എക്സാമ്പിളാണ് ജിംബ്, പേറോൾ സിസ്റ്റം, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം, ടാലി തുടങ്ങിയവ. അടുത്ത ചോദ്യം, ദ ഹാർട്ട് ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് കോൾഡ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, കേർണലാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനപരമായ ഭാഗമാണ് കേർണൽ. സിസ്റ്റത്തിലെ വിഭവങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനും ഹാർഡ്വെയർ തലത്തിനും ഇടയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഭാഗമാണ് കേർണൽ. അടുത്ത ചോദ്യം, MUP ഈസ് ദ ആക്രോണിം ഫോർ? MUP എന്നത് ഏതിൻ്റെ ചുരുക്കപ്പേരാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, മൈക്രോ പ്രോസസ്സറാണ്. തന്നിരിക്കുന്നതിൽ മ്യൂ എന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ 12ാമത്തെ അക്ഷരമാണ്. മൈക്രോ എന്നതിനെ സൂചിപ്പിക്കാൻ മ്യൂ ഉപയോഗിക്കുന്നു. 10⁻⁻⁶ ആണ് മ്യൂവിൻ്റെ വാല്യൂ. P എന്നാൽ പ്രോസസ്സറാണ്, അങ്ങനെയാണ് MUP എന്ന മൈക്രോ പ്രോസസ്സർ ആകുന്നത്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ബിലോങ്സ് ടു ദ ഓപ്പൺ സോഴ്സ് കാറ്റഗറി? പ്രോഗ്രാമിംഗ് ഭാഷകളിൽ ഓപ്പൺ സോഴ്സ് വിഭാഗത്തിൽപ്പെടുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, പൈത്തൺ ആണ്. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ VB, പൈത്തൺ എന്നിവ മാത്രമാണ് പ്രോഗ്രാമിംഗ് ഭാഷകൾ. ഇതിൽ പൈത്തൺ ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. VB അഥവാ വിഷ്വൽ ബേസിക് എന്നത് മൈക്രോസോഫ്റ്റ് നിർമ്മിച്ച ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിൻ്റെ ആദ്യ വേർഷനുകൾ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ്. മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. കൂടാതെ വിൻഡോസ് മെഷീനുകളിലെ ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറാണ് MS വേർഡ്. അടുത്തത്, ദ നമ്പർ ഓഫ് സൈക്കിൾസ് ദ CPU ഓഫ് എ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട്സ് പെർ സെക്കൻഡ് ഈസ് കോൾഡ്? ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU ഒരു സെക്കൻഡിൽ പ്രവർത്തിപ്പിക്കുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ക്ലോക്ക് സ്പീഡാണ്. ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സറിൻ്റെ ഒരു സെക്കൻഡിൽ എത്ര നിർദ്ദേശങ്ങൾ അഥവാ ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സ് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് ക്ലോക്ക് സ്പീഡ്. ഇത് സാധാരണയായി ഗിഗാഹെർട്സിലാണ് അളക്കുന്നത്. ഉയർന്ന ക്ലോക്ക് സ്പീഡ് എന്നാൽ പ്രോസസ്സിംഗ് സ്പീഡ് കൂടുതൽ എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, ടു അപ്ഡേറ്റ് എ വെബ് വിത്തൗട്ട് റീലോഡിംഗ് ദ ഹോൾ പേജ് ക്യാൻ ബി ഡൺ വിത്ത്? മുഴുവൻ പേജും റീലോഡ് ചെയ്യാതെ ഒരു വെബ് അപ്ഡേറ്റ് ചെയ്യാൻ ഇനി പറയുന്നവ ഏത് ഉപയോഗിക്കാന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, എയ്ജാക്സ് ആണ്. എയ്ജാക്സ് എന്നത് മുഴുവൻ പേജും റീലോഡ് ചെയ്യാതെ ഒരു സെർവറുമായി ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിനും ഒരു വെബ് പേജിൻ്റെ ഭാഗങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള രീതിയാണ്. എയ്ജാക്സ് എന്നത് അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ്, XML എന്നിവയെ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ഇൻ ഇന്ത്യ സൈബർ ക്രൈംസ് ആർ കവേർഡ് ബൈ? ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ഇനി പറയുന്നവർ ഉൾക്കൊള്ളുന്നു എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ്. കമ്പ്യൂട്ടറുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും നിയന്ത്രണത്തെ സംബന്ധിക്കുന്ന നിയമങ്ങൾ എന്ന് സൈബർ നിയമത്തെ നമുക്ക് നിർവചിക്കാം. വിവരസാങ്കേതിക വിദ്യാ നിയമം അഥവാ IT ആക്ട് 2000-ഉം IT ആക്ട് ഭേദഗതി ബിൽ 2008-ഉം ഇന്ത്യയിൽ വ്യാപകമായി വരുന്ന സൈബർ കുറ്റങ്ങളെ നേരിടാനുള്ളതാണ്. 2000 മെയ് മാസത്തിലാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരസാങ്കേതിക വിദ്യ ബിൽ പാസാക്കിയത്. ഇത് വിവരസാങ്കേതിക വിദ്യ നിയമം 2000 എന്നറിയപ്പെട്ടു. പിന്നീട് ഈ നിയമം IT ഭേദഗതി ബിൽ 2008 എന്ന പേരിൽ ഭേദഗതി ചെയ്ത് 2008 ഡിസംബറിൽ പാസാക്കി. അടുത്ത ചോദ്യം, ദ ന്യൂമറിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് അസൈൻഡ് ഫോർ എനി ഡിവൈസ് കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക്?
ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഉപകരണത്തിനും നിയുക്തമായിരിക്കുന്ന സംഖ്യ തിരിച്ചറിയൽ കോഡ് ഏതാണെന്ന് ചോദിച്ചു. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ് അല്ലെങ്കിൽ IP അഡ്രസ് ആണ്. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയുള്ള ഓരോ നോഡിനും നൽകിയിട്ടുള്ള 4 ഭാഗങ്ങളുള്ള യുണീക്ക് നമ്പറാണ് IP മേൽവിലാസം അല്ലെങ്കിൽ IP അഡ്രസ്. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സേവന ദാതാവാണ് ഓരോ നോഡിനുമുള്ള IP അഡ്രസ് രേഖപ്പെടുത്തുന്നത്. 4 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. ഓരോ ഭാഗത്തെയും ഡോട്ട് ഉപയോഗിച്ച് വേർതിരിക്കും. ഓരോ ഭാഗത്തും 0 to 255 വരെയുള്ള നമ്പറാണ് ഉണ്ടാക്കുക. ഒരു IP അഡ്രസ്സ് 4 ബൈറ്റ് അല്ലെങ്കിൽ 32 ബിറ്റുകൾ നമ്പർ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. IP അഡ്രസ്സിനെ ഡെസിമൽ രൂപത്തിൽ ഡോട്ട് ഉപയോഗിച്ചാണ് വേർതിരിച്ചിരിക്കുന്നത്. IP അഡ്രസ്സിന് 2 പതിപ്പുകളാണുള്ളത്, IPv4ഉം IPv6ഉം. IPv4 പ്രകാരം 32 ബിറ്റ് വലുപ്പമുള്ള മേൽവിലാസമാണ് കമ്പ്യൂട്ടർ നൽകുന്നത്. IPv6 പ്രകാരം 128 ബിറ്റ് വലുപ്പമുള്ള മേൽവിലാസമാണ് കമ്പ്യൂട്ടർ നൽകുന്നത്. കേരള ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വത്തിൽ നടത്തുന്ന LDC എക്സാം സിലബസിലുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഭാഗത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സുക്കോ PSCയുടെ നന്ദി, നമസ്കാരം.